സ്മാർട്ട് സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവർക്കും ചെറിയ ടെൻഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമയത്ത് എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കാതെ ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് എങ്ങനെ എഫക്റ്റീവായി റിവിഷൻ ചെയ്യാമെന്നും ഇതുവരെ സീരിയസ് ആയി പഠനം തുടങ്ങാത്തവർക്ക് എങ്ങനെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാമെന്നും പറയാം. പ്രിലിംസ് എക്സാം ആയതിനാൽ ജസ്റ്റ് കട്ട് ഓഫ് കടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇനിയുള്ള ദിവസം പഠനത്തെ മാറ്റുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം 10th പ്രിലിംസിൻ്റെ സിലബസിൽ വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ആദ്യത്തെ മൊഡ്യൂളായ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. ഇവിടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ മേഖലയിൽ നിന്ന് വരുന്നത്. അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂൾ ഇന്ത്യൻ ജിയോഗ്രഫി. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്. ഇവിടെ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. അടുത്തത് മൂന്നാമത്തെ മൊഡ്യൂൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. ഇവിടെയും 10 മാർക്കാണ്. അടുത്തത് നാലാമത്തെ മൊഡ്യൂള് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ അവിടെയും 10 മാർക്ക്. അടുത്തത് കേരള ജിയോഗ്രഫിയിൽ നിന്ന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. ആറാമത്തെ മൊഡ്യൂള് കേരള ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും റിനൈസൻസ് ലീഡേഴ്സിനെയും ഇവിടെ പഠിക്കണം. അടുത്ത മൊഡ്യൂള് ജനറൽ സയൻസ് ആണ്. അതിൽ നാച്ചുറൽ സയൻസ്, ബയോളജിയിൽ നിന്ന് 10 മാർക്കിനും ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്നും കൂടെ 10 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്തത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. രണ്ടിനും കൂടെ 10 മാർക്ക് വെച്ച് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മാത്സ് നിന്നും മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും കൂടെ വരുന്നത്. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ പഠിച്ചു തീർക്കാൻ കഴിയില്ല. അവസാനത്തെ ഈ ദിവസങ്ങളിൽ പോയി പുതുതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മുൻവർഷത്തെ ചോദ്യങ്ങൾ, അതായത് PYQ. കഴിഞ്ഞ 5 വർഷത്തെ 10th ലെവൽ പ്രിലിംസ് ചോദ്യപേപ്പറുകൾ പരമാവധി വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മാത്രം വീണ്ടും വീണ്ടും നോക്കി പഠിക്കുക. കാരണം PSC എപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് SCERT പാഠപുസ്തകങ്ങളാണ്. SCERT ആദ്യം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അതിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളവരാണെങ്കിൽ ആ ഷോർട്ട് നോട്ട് റിവിഷനായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് അത് വായിക്കാം. എല്ലാ ചാപ്റ്റേഴ്സും വായിക്കേണ്ട. ഇതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് പ്രധാനപ്പെട്ടതുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ആ ചാപ്റ്റേഴ്സ് എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പ്രിലിംസിന് പോകാൻ. നമ്മുടെ സിലബസിലുള്ള കേരള ജിയോഗ്രഫി ആയാലും ഇന്ത്യൻ ജിയോഗ്രഫി ആയാലും ഭരണഘടനയൊക്കെ പഠിക്കാനായിട്ട് SCERT തന്നെ നോക്കുക. അതുപോലെ സയൻസ് സബ്ജക്റ്റുകളായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ റിവിഷൻ ചെയ്യാൻ SCERT പാഠപുസ്തകങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ എക്സാമിന് മുൻപായി വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തായിട്ട് ചേർക്കുന്നുണ്ട്. ആ ലിസ്റ്റ് എടുത്ത് അത്രയും പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പ്രിലിംസ് എക്സാമിനായിട്ട് പോവുക. ഇനി മൂന്നാമത്തെ കാര്യം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും മാർക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ അവസാന ദിനങ്ങളിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ മാത്സ് പ്രാക്ടീസ് ചെയ്യാൻ മാറ്റിവെക്കാം. പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, ഷോർട്ട് കട്ടുകൾ എന്നിവ ഒരു പേപ്പറിൽ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുന്നത് പരീക്ഷാ ഹാളിൽ സമയം ലാഭിക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ എല്ലാം കൂടെ വായിച്ച് തീരൂല. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പ്രധാന അപ്പോയിൻമെൻറ്റ്സ്, പ്രധാന നിയമനങ്ങൾ, മന്ത്രിമാരും വകുപ്പുകളും ആ ഭാഗം പഠിച്ചു വെക്കണം. പിന്നെ സാഹിത്യം, സിനിമ, കല, കായികവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അവാർഡുകൾ പഠിക്കാം. അതുപോലെ പത്മ അവാർഡും ജ്ഞാനപീഠം അവാർഡും പഠിച്ചു വെക്കുക. സ്വാതന്ത്ര്യദിനാഘോഷവും റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. യൂണിയൻ ബഡ്ജറ്റും കേരള ബഡ്ജറ്റും പഠിക്കാം. അതിന് കേരള ബഡ്ജറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാം. നാഷണൽ സ്പോർട്സ് അവാർഡ്സും അതേപോലെ സ്പോർട്സ് ഇവൻറ്റ്സ് വേദികളൊക്കെ പഠിക്കാം. ISRO, DRDO ഒക്കെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം പഠിക്കാം.
പിന്നെ കേരളത്തിലെ പദ്ധതികളൊന്ന് വായിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. 1-2 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉച്ചകോടികൾ, വേദികൾ പഠിക്കാം. ഇത്രയും കാര്യങ്ങളെങ്കിലും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കണം. ഇനി 10th പ്രിലിംസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത SCERT ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അത്രയും ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പം ഓരോന്നായിട്ട് പറയാം. ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് SCERT ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. പുതിയ SCERT 7ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന പാഠഭാഗം, അതുപോലെ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ലോകത്തിൻ്റെ നെറുകയിൽ, അതുപോലെ 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം വിശാല സമതല ഭൂവിൽ, 9ാം ക്ലാസ്സിലെ തന്നെ 3ാമത്തെ അധ്യായം ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, 9ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം മണലാരണ്യത്തിലൂടെ, 9ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം തീരങ്ങളിലൂടെ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മേഖലയാണ്. അപ്പം ഈ ചാപ്റ്റേഴ്സ് ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. പുതിയ SCERT 8ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും, 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്, 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഇത്രയും ചാപ്റ്റേഴ്സ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 10th പ്രിലിംസിന് പോകുന്നതിന് മുന്നേ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ആണ് ഇനി പറയുന്നത്. പുതിയ SCERT 5ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ജനങ്ങൾ ജനങ്ങളാൽ, 6ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം രാഷ്ട്രവും ഗവൺമെൻറ്റും, 6ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം ഭരണഘടനയ്ക്ക് ഒരു മുഖവുര, 7ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം ഭരണഘടന വഴിയും വഴികാട്ടിയും, 8ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, 8ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ അധ്യായം ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. ഇത്രയും കാര്യങ്ങൾ SCERT പഠിക്കേണ്ട കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. ഈ SCERT ചാപ്റ്റേഴ്സിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് പറയാം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം എന്ന് പറഞ്ഞ ആ ചെറിയൊരു ടോപ്പിക്ക് കൂടെ പഠിക്കുക. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യം ഷുവറാണ്. ഫസ്റ്റ് മൊഡ്യൂളിലുള്ള സാമ്പത്തിക മേഖല എന്ന ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സ് ആണ് ഇനി പറയുന്നത്. പുതിയ SCERT 8ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും, 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, 10ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ആണ് ഇനി പറയുന്നത്. പുതിയ SCERT 5ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നാടറിയാം, അതുപോലെ പുതിയ SCERT 8ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം എന്നീ 2 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള നോട്ട്സിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് പോർഷൻസ് കൂടെ പറയാം. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളൊന്ന് നോക്കി പോവുക. അതുപോലെ നദികളും കായലുകളും, നദികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. നദികളിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. വന്യജീവി സങ്കേതവും ദേശീയോദ്യാനങ്ങളും ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു പോവുക. അടുത്ത മൊഡ്യൂളിൽ വരുന്ന കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ആണ് ഇനി പറയുന്നത്. പുതിയ SCERT 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, 7ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായം ചരിത്രത്തിൻ്റെ ആധാരശിലകൾ, 8ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ദേശീയ പ്രസ്ഥാനവും കേരളവും. ഇതാണ് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പ്രധാന SCERT ചാപ്റ്റേഴ്സ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ നവോത്ഥാന നായകന്മാരുണ്ട്. അയ്യൻകാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെ കൂടെ പഠിച്ചു വെക്കുക. ഈ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും നവോത്ഥാന നായകന്മാരെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവാം. അടുത്തത് ജനറൽ സയൻസിൽ വരുന്ന നാച്ചുറൽ സയൻസ്, ബയോളജിയിൽ വരുന്ന പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. പുതിയ SCERT 6ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ആഹാരത്തിലൂടെ ആരോഗ്യം, 7ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം വിളയിക്കാം നൂറുമേനി, 5ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം വ്യാധികൾ പടരാതിരിക്കാൻ, 10ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, 6ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി, 9ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം
ചലനത്തിന് പിന്നിൽ. 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം സംവേദങ്ങൾക്ക് പിന്നിൽ. 7ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായം പരിസ്ഥിതിയെ നോവിക്കാതെ. ബയോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഫിസിക്സുമായി ബന്ധപ്പെട്ട പ്രധാന SCERT ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. പുതിയ SCERT 9ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം പ്രവൃത്തിയും ഊർജവും. 5ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ഊർജ സ്രോതസ്സുകൾ. 7ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം താപം നിത്യജീവിതത്തിൽ. 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ചലനവും ബലവും. 8ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം മർദ്ദം. 9ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം പ്ലവക്ഷമ ബലം. 6ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ചലനം നിത്യജീവിതത്തിൽ. 7ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം പ്രകാശം പ്രതിപതിക്കുമ്പോൾ. 8ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായം ഗോളീയ ദർപ്പണങ്ങൾ. 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം പ്രകാശത്തിൻ്റെ അപവർത്തനം. 9ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ശബ്ദം. 10ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ശബ്ദ തരംഗങ്ങൾ. 10ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ലെൻസുകൾ. 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. 5ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം കയ്യെത്തും ദൂരത്ത് ആകാശം. 7ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ആകാശ വിസ്മയങ്ങൾ. ഇത്രയാണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്, അധികമൊന്നുമില്ല. അപ്പോൾ ഒന്ന് എന്തായാലും പഠിച്ചിട്ട് പോവാം. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സാണ് ഇനി പറയുന്നത്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായം ആറ്റത്തിൻ്റെ ഘടന. 8ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ലോഹങ്ങൾ അലോഹങ്ങൾ. 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ലോഹങ്ങൾ. 8ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം മൂലകങ്ങളും സംയുക്തങ്ങളും. 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം പീരിയോഡിക് ടേബിൾ. 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ വിന്യാസം. 10ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം വ്യാവസായിക പ്രാധാന്യമുള്ള ചില സംയുക്തങ്ങൾ. 8ാം ക്ലാസ്സിലെ 15ാമത്തെ അധ്യായം പദാർത്ഥങ്ങളുടെ രസതന്ത്രം. ഇത്രയും ചാപ്റ്റേഴ്സാണ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. അപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് കണ്ട് ആരും പേടിക്കേണ്ട. ദിവസവും ഒരു 3 ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തന്നെ എക്സാം ആകുമ്പോഴേക്ക് ഈ SCERT ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ദിവസവും മാത്സ് 1 അവർ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യാം. കറണ്ട് അഫയേഴ്സ് ദിവസവും റിവിഷൻ കൊടുക്കാൻ മറക്കരുത്. PYQ ചെയ്യുമ്പോൾ OMR ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ എക്സാം നടക്കുന്ന സമയത്ത് തന്നെ, അതായത് 2 മണി മുതൽ 3:15 വരെ OMR ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഇനി പറയാനുള്ളത്, എക്സാമിൻ്റെ തലേ ദിവസം പുതുതായിട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കരുത്. മനസ്സ് ശാന്തമായിട്ട് വെക്കുക. ഹാൾ ടിക്കറ്റും ID കാർഡും പെന്നൊക്കെ നേരത്തെ തന്നെ എടുത്തു വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.